നമസ്കാരം സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് റാന്നിയിലുള്ള അരുവിക്കൽ എന്നൊരു വെള്ളച്ചാട്ടത്തിനെയാണ്. റാന്നിയിൽ നിന്നും ഏകദേശം 3 കിലോമീറ്റർ മാറി സ്ഥിതി ചെയ്യുന്ന ഒരു വെള്ളച്ചാട്ടം. ഇത് നമ്മൾ റോഡിൽ നിന്നുമുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. റോഡിൽ നിന്ന് നോക്കിയാൽ ഇത്ര മെയിൻ റോഡുമായിട്ട് ഇത്ര വ്യത്യാസമേ ഉള്ളൂ ഈ വെള്ളച്ചാട്ടത്തിന്. ചെറിയൊരു വെള്ളച്ചാട്ടമാണ് അരുവിക്കൽ. ഇതിപ്പോൾ അറിയാവുന്നവർക്ക് വേണ്ടിയല്ല, അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടിയാണ് നമ്മളിത് പറയുന്നത്. ചെറിയൊരു ടൂറിസ്റ്റ് സ്പോട്ടാണിത്. അപ്പോൾ റാന്നിയിൽ നിന്നും പെരുമ്പട്ടിക്ക് പോകുന്ന റൂട്ട് ഏകദേശം 3 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ അരുവിക്കലെത്തും. അരുവിക്കൽ ചെറിയ മനോഹരമായ ഒരു വെള്ളച്ചാട്ടമുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഷൂട്ട് ചെയ്തേക്കുന്നത് 2024 ജൂൺ 9-ാം തീയതിയാണ്. അപ്പോൾ അതിനുശേഷം ഇത് എപ്പോഴാണ് വീഡിയോ കാണുന്നത് വെച്ചാൽ അന്നേരം ഈ വെള്ളമില്ലെങ്കിൽ വഴക്കുണ്ടാക്കാൻ വരില്ല. കാരണം ഇത് മഴയുള്ള സമയത്താണ് ഇത്രയും വെള്ളം കണ്ടത്. ഉണക്ക സമയത്തും അവിടെ വെള്ളം ഉണ്ടായിരുന്നു. ഇത് ഡാമിൽ നിന്ന് മറ്റും വരുന്ന വെള്ളമാണ്. കാരണം ഉണക്ക സമയത്ത് ഞാൻ ഈ വെള്ളം ഇവിടെ കണ്ടിട്ടുണ്ട്. ഇത്രത്തോളം ഇല്ലെങ്കിലും ചെറിയ രീതിയിലൊരു വെള്ളച്ചാട്ടമാണ്, വെള്ളമുണ്ട്. രണ്ട് സൈഡായിട്ട് നിന്ന് വെള്ളം ഒഴുകി വരുന്നിടത്തൊരു മരവും നിൽക്കുന്നുണ്ട്. വെള്ളം ഒഴുകി വന്നു കഴിയുമ്പോൾ ഇത് വലിയ പൊക്കമില്ല, എന്നാൽ ചെറിയ പൊക്കമേ ഉള്ളൂ. ഈ പൊക്കത്തിൽ നിന്ന് വെള്ളം ഒഴുകി വന്ന് താഴോട്ട് വന്ന് പതിച്ച് പോകുന്നുണ്ട്. നല്ല തെളിഞ്ഞ വെള്ളമായിട്ടാണ് ഇത് പോകുന്നത്. അപ്പോൾ അത് കാണുന്നത് തന്നെ ഒരു മനോഹാരിതയാണ്. കാരണം നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊന്ന് ഇറങ്ങി കുളിക്കാൻ തോന്നും. നമ്മളവിടെ പോയത് ഒന്ന് കുളിക്കാൻ വേണ്ടിയുള്ള സമയത്തല്ലായിരുന്നു അത് പോയത്. ഉച്ചയ്ക്കൊക്കെയാണെങ്കിൽ നിറയെ കുട്ടികൾ വന്ന് അവിടെ ബൈക്കുമായിട്ടൊക്കെ വന്നിട്ട് കുളിക്കുന്നുണ്ട്. മെയിൻ റോഡിന് തൊട്ട് താഴെ തന്നെ ആയിട്ടാണ് ഇത് കാണുന്നത്. വൈകിട്ട് നിറച്ച് ആൾക്കാർ അവിടെ കുളിക്കാൻ വരുന്നുണ്ട്. ഇത് കുളിക്കാനൊക്കെ ആയിട്ടാണ് ധാരാളം ആൾക്കാർ വരുന്നത്. കാരണം അപകടം വളരെ കുറവാണ്. കാരണം അത്ര നിരന്ന സ്ഥലമാണ്, പാറക്കെട്ട് കുറവാണ്. ആ പാറയിലൊക്കെ കയറിയ അപകടമാണ്. അതിൽ കയറാതെ, അതിലാരും കയറാൻ ശ്രമിക്കാറില്ല. അത് കണ്ടാലും വഴക്ക് പറയുമായിരിക്കാം. ആ പാറയിലൊന്നും കയറാതെ താഴെ നിന്ന് കുളിക്കാൻ വെള്ളത്തിൽ കിടക്കുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസം തന്നെയാണ്. കാരണം അപകടം ഉണ്ടാക്കാതെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു വെള്ളച്ചാട്ടം തന്നെയാണ്. കാരണം ഇതിൻ്റെ താഴോട്ട് ഒഴുക്കെന്ന് പറഞ്ഞാൽ ചെറിയൊരു തോടായിട്ടാണ് ഒഴുകി പോകുന്നത്. അപ്പോൾ ആ തോടിലോട്ട് ഒഴുകി പോകുമ്പോഴും നമുക്ക് താഴെ ഒരു വിശാലമായ സ്പേസ് തന്നെ ഉണ്ട് ആൾക്കാർക്ക് നിൽക്കാൻ. നമുക്കത് വീഡിയോയിൽ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. കാരണം നല്ലൊരു സ്പേസ്, തെളിഞ്ഞ വെള്ളത്തോടു കൂടി അവിടെ നിൽക്കാനാണെങ്കിലും കിടക്കാനാണെങ്കിലും ഒരുപാട് സ്ഥലമുണ്ട്. അപ്പോൾ ഈ താഴെ തോട്ടിലോട്ട് ഒഴുകി പോകാത്തതുകൊണ്ട് നമുക്ക് ആ ഒരു അപകട സാധ്യത വളരെ കുറവായിരിക്കും ഇവിടുത്തെ. ഇത് വെള്ളം കണ്ടുകൊണ്ട് തന്നെ ഇരിക്കാൻ തന്നെ നല്ല രസമാണ്. ഭയങ്കര സൗണ്ടാണ് ഈ വെള്ളത്തിൽ വീഴുന്നത്. നമ്മൾ ആ കാണുന്ന പൊക്കത്തിൻ്റെ സൗണ്ട് അല്ല, പക്ഷേ ആ വെള്ളം വീടിനോടൊക്കെ വരുന്നത്. കാരണം അത്രയ്ക്ക് പ്രഷറിലാണ് വെള്ളം വന്ന് ഈ പാറയിൽ അടിച്ച് വരുന്നത്. മെയിൻ റോഡാണ് ആ മുകളിൽ കാണുന്നത്. ആ മെയിൻ റോഡിൽ ആ കാട് വഴി വേണം ഇറങ്ങി വരാൻ. നമ്മുടെ നാട്ടിൽ ഇങ്ങനെയുള്ള ചെറിയ സ്പോട്ടിനെയൊക്കെ നല്ല ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് സംരക്ഷിക്കേണ്ടതാണ്. ഇതൊരു കാട് പിടിച്ച് കിടക്കുകയാണ്. ആ കാട് പിടിച്ച് കിടക്കുന്നതൊക്കെ ഒന്ന് വൃത്തിയാക്കി ചെറിയ ചെറിയ ടൂറിസ്റ്റ് സ്പോട്ട് ആക്കുമായിരുന്നെങ്കിൽ നമുക്ക് ഈ കുഞ്ഞു കുഞ്ഞ് സ്ഥലങ്ങളിൽ നമുക്കിതുപോലെ ആസ്വദിക്കാൻ പറ്റുമായിരുന്നു. മെയിൻ റോഡിൽ തന്നെ വണ്ടി പാർക്ക് ചെയ്തിട്ട് താഴോട്ട് ഇറങ്ങി വരിക തന്നെ വേണം, അല്ലാതെ വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കുഞ്ഞു സ്പോട്ട് ഉണ്ടായത് നമ്മൾ ടൂറിസം വകുപ്പൊക്കെ ഇതൊക്കെ ഏറ്റെടുത്ത് നല്ല രീതിയിൽ ആക്കുമായിരുന്നെങ്കിൽ ചെറിയ ആസ്വാദനത്തിനൊക്കെ ഇത് ധാരാളമായിരുന്നു. അപ്പോൾ വലിയ വലിയ ടൂറിസ്റ്റ് സ്ഥലങ്ങളെക്കാട്ടിലും ഇതുപോലുള്ള കുഞ്ഞു സ്ഥലങ്ങളാണ് ചെറുകിട ആൾക്കാർക്കൊക്കെ എപ്പോഴും നല്ലത്. ചെറുകിട ആൾക്കാരെന്ന് വെച്ചാൽ ഒരു കുറച്ച് സമയം ചിലവഴിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പെട്ടെന്ന് പോയിട്ട് വരാൻ പറ്റുന്ന ചെറിയ സ്ഥലങ്ങളാണ്. അപ്പോൾ വെള്ളച്ചാട്ടത്തിന് വേണ്ടി നമ്മളിപ്പോൾ ദൂരെ ഒന്നും പോകേണ്ട കാര്യമൊന്നുമില്ല, കുറ്റാലത്തൊന്നും പോകേണ്ട കാര്യമില്ല. അതിനെക്കാട്ടും മനോഹരമാണ് ഈ വെള്ളച്ചാട്ടം. കാരണം അതിൻ്റെ നല്ല സ്പേസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെയൊക്കെ ആവശ്യമാണ്. അത് അറിഞ്ഞ് കണ്ടും ടൂറിസ്റ്റ് വകുപ്പ് ഇതൊക്കെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഈ കാടൊക്കെ വെട്ടിത്തെളിച്ച് മുകളിലൊക്കെ കടയൊക്കെ വന്നു കഴിയുമ്പോൾ അതൊരു വികസിത സ്ഥലമായിട്ട് മാറും. ഇങ്ങനെയൊക്കെ വേണം നമുക്ക് വികസനം ഉണ്ടാക്കാൻ. എന്തായാലും എത്ര പറഞ്ഞാലും മതിയാവത്തില്ല. കാരണം അത്രയ്ക്ക് മനോഹരമായ ഒരു വെള്ളച്ചാട്ടമാണ്. നല്ലപോലെ തട്ടുകളായിട്ടാണ് ആ വെള്ളം ഒഴുകി വരുന്നത്. നല്ല പ്രഷറിലാണ് വരുന്നതും. അപ്പോൾ ഇത് റാന്നി അരുവിക്കൽ എന്നാണ് ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേര്. ആ ജംഗ്ഷനിൽ ബോർഡ് തന്നെ ഉണ്ട്. അരുവിക്കൽ വെള്ളച്ചാട്ടം തന്നെയാണ് അതിന് ബോർഡ് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റാന്നിയിൽ നിന്ന് ഗൂഗിൾ മാപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും അവിടെ എത്തിപ്പെടാൻ പറ്റും. കാരണം മാപ്പിൽ ഉള്ളൊരു സ്ഥലം തന്നെയാണ്. പെരുമ്പട്ടി പോകുന്ന വഴി നല്ല റോഡുമാണ്. അപ്പം അതിൻ്റെ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നുമില്ല. പിന്നെ കുറച്ച് സമയം ആസ്വദിക്കാനും ഉച്ചയ്ക്കൊക്കെ പോകുന്നതായിരിക്കും എപ്പോഴും നല്ലത്. രാത്രി പോകുന്നതിനെക്കാട്ടും ഒരു ചെറിയ കാട് പോലെ കിടക്കുന്ന സ്ഥലമായതുകൊണ്ട് ഉച്ച സമയത്തൊക്കെ അവിടെ പോയിട്ട് വരുന്നതായിരിക്കും ആൾക്കാർക്കെല്ലാം വളരെ നല്ലത്. കാരണം അതിൻ്റെ നെയിം ബോർഡ് ഞാൻ ലാസ്റ്റിലത്തെ സീനിലൊന്ന് കാണിച്ചേക്കാം. ഇതുപോലുള്ള കുഞ്ഞു സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ അറിവിലേക്ക് നമുക്ക് തന്നാൽ ഇതുപോലെ കുഞ്ഞു വീഡിയോ ആക്കി ഞാൻ മറ്റുള്ളവരെ അറിയിക്കുന്നതായിരിക്കും. കാണാത്ത ആൾക്കാർക്ക് ഇത് കാണാൻ ഉള്ള അവസരം നമുക്ക് ഇതിൽ കൂടെ ഒരുക്കി കൊടുക്കാം. ഇതുപോലുള്ള കുഞ്ഞു സ്ഥലങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇത് കാണുന്നവരുണ്ടെങ്കിൽ അറിയിച്ചു തന്നാൽ നമുക്ക് സൗകര്യമായിരിക്കും. വീഡിയോ കണ്ടവർക്കെല്ലാം എൻ്റെ നന്ദി. ബാക്കി കാഴ്ചകളിലൂടെ നിങ്ങളൊന്ന് കാണുക. നെയിം ബോർഡിൻ്റെ ഞാൻ ലാസ്റ്റിൽ ഒന്ന് കാണിച്ചേക്കാം. ബാക്കി കാഴ്ചകൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുക.